എടാ, നീ വലിയ RCB ഫാനൊക്കെ അല്ലേ? ഇപ്പം നമ്മള് 2 ദിവസം മുമ്പ് RCB കപ്പടിച്ചത് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ദുരന്ത വാർത്തകളും നമ്മൾ കേട്ടായിരുന്നു. അപ്പൊ നിനക്ക് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു ഫാൻ എന്ന നിലയിൽ നിനക്ക് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? RCB കപ്പടിച്ചത് ഒരുപാട് കാലത്തെ അവരുടെ ആ ഒരു എഫേർട്ടാണ് അത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആരും ഫാൻസിനെ ബോധേഡ് ആവില്ല. പിന്നെന്ന് പറഞ്ഞാല് അത് ഗവൺമെന്റിന്റെ മിസ്റ്റേക്ക് കൂടിയാണ്. ഗവൺമെന്റ് മിസ്റ്റേക്ക് തന്നെ കംപ്ലീറ്റ് പറയുന്നില്ല. പക്ഷെ അവർക്ക് അലോഡ് ആയിട്ടുള്ളതിൽ കൂടുതൽ ആൾക്കാർ എൻ്റർ ചെയ്തു. പിന്നെന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി വ്യൂല് നമ്മളെ തന്നെ സേഫ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും മറ്റുള്ളവരെ നമ്മളെ ബോധേഡ് ആവും, മറ്റുള്ളവരെ നമ്മളെ സേഫ് ആക്കുന്നു, ഒരിക്കലും നമ്മളെ ബോധേഡ് അല്ല. നമ്മളിപ്പോ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയി പറഞ്ഞാൽ നമ്മളാണ് അത് അനുഭവിക്കാറ്. നമ്മളെ ജീവൻ പോയി കഴിഞ്ഞാലോ നമുക്ക് എന്ത് പറ്റി കഴിഞ്ഞാല് ഒരാൾ നമ്മളെ നാളെ ആലോചിക്കില്ല. കാരണം ഒന്നിക്ക് ഫാമിലിക്കാണ് നഷ്ടം, പിന്നെ നമുക്കും. ഈ രണ്ട് വീട്ടുകാർക്കും നമുക്കില്ലാതെ വേറെ ഒരാൾക്ക് ഈ നഷ്ടം വരാനില്ല. വേറുള്ളവർ ഇപ്പൊ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരുടെങ്കിലും കുറച്ച് ദിവസം നമ്മൾ ആലോചിക്കും. പിന്നെ അവര് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അവരുടെ കാര്യങ്ങൾക്ക് മൂവ് ചെയ്യണ്ടേ. ഇതിപ്പോ നമ്മളെ ആലോചിച്ചിട്ട് ഇരിക്കാനും ആർക്കും പറ്റില്ലല്ലോ. അവർക്കും വേണ്ട ലൈഫ്. അപ്പൊ ഇതുകൊണ്ട് സ്വന്തം ലൈഫ് വെച്ച് ഒരു റിസ്ക് എടുക്കാതിരിക്കുക. അത് നഷ്ടം നമുക്ക് തന്നെയാണ്. നാളെ മെഴുതിരി കത്തിക്കാൻ ഒരു ടീം ഉണ്ടാവും. അത് നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്യും, അത് കവറായി പോകും. അപ്പോ അത് അതൊക്കെ ഇനിയിപ്പോ ഇത്ര സംഭവം ഉണ്ടായ സ്ഥിതിക്ക് തന്നെ ഇത്രയും പേര് മരിച്ചു, എന്നിട്ട് പോലും അവര് ടീം സെലിബ്രേറ്റ് ചെയ്യാണ് ആ കപ്പും പക്ഷെ ആ വിജയവും. അവരൊരിക്കലും തളർത്തി പറയാൻ പറ്റില്ല. കാരണം അവര് കാത്തിരുന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ്. അതിനിപ്പോ എന്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാല് അവര് സെലിബ്രേറ്റ് ചെയ്തു. അവര് പബ്ലിക്കിലേക്ക് അറിയാതെ പോയി. അതിപ്പോ പിൻവലിച്ചും ചെയ്തു. അവര് സോറി പറഞ്ഞ തോന്നുന്നു. അവര് ഇത്രയും കാലത്തെ കാത്തിരിട്ട് കിട്ടിയപ്പോ അവര് സെലിബ്രേറ്റ് ചെയ്ത് കാണും. അവരിപ്പോ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവും, ഇത്രയും ഇഷ്യൂ, ഇത്ര ആൾക്കാരും മരണപ്പെടുന്നു അവര് വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു ഇതില് ആവശ്യത്തിന് സെലിബ്രേറ്റ് ചെയ്തതായിരിക്കും. അതിനൊക്കെ എന്റെ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാല് എല്ലാം ആവാം, പക്ഷെ നമ്മൾ നമ്മുടെ നമ്മളെ ലൈഫ് തന്നെ കൂടെ നോക്കിയിട്ട് അത്രേ വേണം. ഉള്ളൂ. നമ്മളെ ലൈഫ് നോക്കിയിട്ട് എന്തായിക്കോട്ടെ, സ്വന്തം ലൈഫിന്റെ അപ്പുറത്ത് പോകുന്നില്ല. ഒരു ഫാൻസ് ആയിക്കോട്ടെ, ഒന്നായിക്കോട്ടെ. കാരണം നഷ്ടം നമ്മളെ ഫാമിലിക്കും നമുക്കുണ്ട്.